ഏവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഈ ദിവസം നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടുവാൻ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ലൈനിലായിരിക്കുന്ന ഓരോ കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സങ്കീർത്തനം 3-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം പറയുന്നു, സാൽവേഷൻ ബിലോങ്സ് ടു ദ ലോർഡ് ആൻഡ് യുവർ ബ്ലെസ്സിങ് അപ്പോൺ യുവർ പീപ്പിൾ. അത് ശരിക്കും വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് സാൽവേഷൻ ടു യു, ബ്ലെസ്സിങ്, യുവർ ബ്ലെസ്സിങ് ടു യുവർ പീപ്പിൾ. ദൈവത്തിന്റെ രക്ഷ നമുക്ക് അനുഗ്രഹമാണ്, നമ്മുടെ അനുഗ്രഹമാണ്. അതുകൊണ്ട് നാം ഈ ലൈനിലായിരിക്കുന്ന എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദ വാർ ഈസ് ഓവർ, യുദ്ധം കഴിഞ്ഞു. വിശ്വാസി ഒളിവിൽ. യുദ്ധം കഴിഞ്ഞു. എന്നാൽ നമ്മുടെ ജാപ്പനീസ് സോൾജിയർ ഉണ്ടല്ലോ, ഹിരു ഒനേഡോ, യുദ്ധം കഴിഞ്ഞു, അദ്ദേഹം ഒളിവിൽ പോയി എന്ന് പറഞ്ഞതുപോലെ വിശ്വാസി പലപ്പോഴും ഒളിവിലാണ്. യുദ്ധം സമാപിച്ചു, യുദ്ധം അവസാനിച്ചു. ദ വാർ ഈസ് ഓവർ. അതാണ് സ്റ്റോപ്പ് സ്ട്രഗ്ലിംഗ് വിത്ത് സിൻ ആൻഡ് ജഡ്ജ്മെന്റ്, സ്റ്റോപ്പ് സ്ട്രഗ്ലിംഗ് ഓവർ ദ ഡെവിൾ. അതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, സ്റ്റോപ്പ് സ്ട്രഗ്ലിംഗ് വിത്ത് സിൻ ആൻഡ് ജഡ്ജ്മെന്റ്. അതുകൊണ്ട് ഈ പഠന പരമ്പര അവസാനിക്കുമ്പോഴത്തേക്കും നാം എത്തിച്ചേരേണ്ട ആത്മീക നിലവാരം എന്ന് പറയുന്നത് പാപത്തെക്കുറിച്ചുള്ള ആ പാപബോധത്തിൽ നിന്ന് നാം പുറത്തു വരണം. We need to come out of that sin consciousness. We need to be Jesus conscious. We need to focus on Jesus. Come out of that sin consciousness. പാപബോധത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരണം. ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 28 മുതൽ 30 മുതൽ 31 മുതൽ 33 വരെ ഒന്ന് വായിക്കും. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ലോകത്തെ ന്യായം വിധിക്കാൻ പോവുകയാണ് യേശുക്രിസ്തു. ലോകത്തെ ന്യായം വിധിച്ച് പാപത്തെയും പിശാചിനെയും പരാജയപ്പെടുത്തുവാൻ പോവുകയാണ്. യേശു പറയുകയാണ്, ഇപ്പോൾ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തന്റെ കാൽവറി ക്രൂശിലേക്ക് താൻ നടന്നു പോകുമ്പോൾ ആ അവസ്ഥ മുൻപിൽ കണ്ടുകൊണ്ട് യേശു വിളിച്ചു പറയുകയാണ്, ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാണ്. ഈ ലോകത്തെ എന്തിനാ ന്യായം വിധിക്കുന്നത്? ലോകത്തിന്റെ പ്രഭുവിനെ ന്യായം വിധിക്കാൻ പോകുന്ന അവസരം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാണ്. വായിച്ചോളൂ. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്തേക്ക് ന്യായം വിധിച്ച് തള്ളിക്കളയാൻ പോകുന്ന അവസരം വന്നിരിക്കുകയാണ്. എവിടെയാണ് ഈ അവസരം? കാൽവറി മലമുകളിൽ വെച്ച്, ഒരു ക്രൂശിൽ വെച്ച് ഈ ലോകത്തിന്റെ പ്രഭുവിനെ ന്യായം വിധിച്ച് പുറത്തേക്ക് തള്ളിക്കളയാൻ പോകുന്ന അവസരം എത്തിയിരിക്കുകയാണ്. നാം ഇത് അറിഞ്ഞില്ല എന്നുണ്ടോ? നമ്മൾ ആരെങ്കിലും ഇത് അറിഞ്ഞില്ല എന്നുണ്ടോ? ഈ ലോകത്തിന്റെ പ്രഭുവിനെ ന്യായം വിധിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ലോകത്തെ ഭരിച്ചുകൊണ്ടിരുന്ന, ലോകത്തിന്റെ പ്രഭുവായിരുന്ന ദുഷ്ടപിശാചിനെ ന്യായം വിധിച്ച് ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുവാൻ പോവുകയാണ് എന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നല്ല 2000 വർഷങ്ങൾക്ക് മുമ്പ് അത് അവസാനിച്ചു, അത് സമാപിച്ചു കഴിഞ്ഞു. ഓക്കെ, വായി. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ട എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ ഇനിയും എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അപ്പോൾ ഇവിടെ 2 കോണ്ടെക്സ്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, ഈ ലോകത്തിന്റെ പ്രഭുവിനെ, ഈ ലോകത്തെ ന്യായം വിധിച്ച് ഈ ലോകത്തിന്റെ രാജാവായിരുന്ന, പ്രഭുവായിരുന്ന പൈശാചികനെ കാൽവറി മലമുകളിൽ വെച്ച്, ആ ക്രൂശിൽ വെച്ച് ന്യായം വിധിച്ച് പുറത്തുള്ള ഇരുട്ടിലേക്ക് അവനെ തള്ളിക്കളയുന്ന ഭാഗം 1-ാമത്തെ വാക്യത്തിൽ നാം കണ്ടു.
രണ്ടാമത്തെ വാക്യത്തില് അല്ലെങ്കിൽ 33-ാമത്തെ വാക്യത്തിൽ നാം കാണുകയാണ്, ഞാനോ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ, ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാം എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എന്നിലേക്ക് ഞാൻ ആകർഷിക്കും എന്നുത്തരം പറഞ്ഞു. കിങ് ജെയിംസ് വേർഷനിൽ ആ വാക്യം ഒന്ന് വായിച്ചു. And if I be lifted up from the earth, will draw all men unto me. Okay, if I be lifted up from the earth, will draw all men unto me. ആ men എന്ന് എഴുതിയിരിക്കുന്നത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇറ്റാലിക്സ് അല്ലേ? കിങ് ജെയിംസ് വേർഷനിൽ അത് എഴുതിയിരിക്കുന്നത് ഇറ്റാലിക്സ്. അതായത് അതിന്റെ ഒറിജിനൽ ഗ്രീക്കില് ആ മെൻ എന്നുള്ളത് ഗ്രീക്കിൽ ഇല്ലാഞ്ഞത് കൊണ്ട് അത് ഗ്രീക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ ഗ്രാമാറ്റിക്കലി അത് കറക്റ്റ് ആകാൻ വേണ്ടി മെന്നെന്ന് ആ ട്രാൻസ്ലേറ്റ് ചെയ്തവർ ആഡ് ചെയ്തത്. മെന്നൻ ഉള്ള വാക്ക് അവിടെ ഇല്ല. അപ്പോൾ ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാം എങ്കലേക്ക് ആകർഷിക്കും. മെന്നെന്നില്ല, എല്ലാം എങ്കലേക്ക് ഞാൻ ആകർഷിക്കും എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഇവിടെ വാസ്തവത്തിൽ മെന്ന് എന്നാണോ, മനുഷ്യരെ എല്ലാവരെയും ഞാൻ എങ്കിലേക്ക് ആകർഷിക്കുമെന്നാണോ പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം. അവിടെ എന്താ വാസ്തവത്തിൽ പറഞ്ഞത്? ഒന്ന്, കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്, കർത്താവ് കാൽവറിയിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഭൂമിയിലുള്ള സകല ജനങ്ങളും കർത്താവിങ്കിലേക്ക് ആകർഷിക്കപ്പെടുമായിരുന്നു എങ്കിൽ കർത്താവ് വന്നപ്പോ തന്നെ ഇതൊക്കെ നടക്കണമായിരുന്നു, ഇല്ലേ? കർത്താവ് വന്നപ്പോൾ തന്നെ കർത്താവിന്റെ പ്രസംഗം മൂലം എല്ലാ മനുഷ്യരും ആകർഷിക്കപ്പെടണമായിരുന്നു. എന്നാൽ അങ്ങനെ നടന്നില്ല. എല്ലാ മനുഷ്യരും ആകർഷിതരായില്ല. എന്നാൽ നല്ലൊരു ഭാഗവും കർത്താവിന് എതിരായിട്ടാണ് നിന്ന്, അനുകൂലമായിട്ടല്ല നിന്ന്. ഒരു നല്ല ഭാഗം കർത്താവിന് അനുകൂലമായിട്ട് നിന്നപ്പോൾ എവിടെ ചെന്നാലും അവിടെയെല്ലാം ഒരു നല്ല ഭാഗം കർത്താവിന് പ്രതികൂലമായിട്ട് നിന്നു. എല്ലാ മനുഷ്യരും കർത്താവിങ്കിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ മെന്നല്ല അവിടെ വാസ്തവത്തിൽ വരണ്ട അർത്ഥം. എന്തിനാ ഞാനിത് പറയുന്നെന്ന് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോൾ എന്തിനെയാണ് ഞാൻ എങ്കിലേക്ക് ആകർഷിക്കുന്നത്? ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ, ഇനി ഉയർത്തെഴുന്നേറ്റ് യേശു അങ്ങ് പോയെന്ന് വിചാരിക്കുക. യേശു അങ്ങ് പോയി, നമ്മളൊക്കെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പറയുമ്പോൾ സകല മനുഷ്യരും ആകൃഷ്ടരായി ദൈവത്തിങ്കിലേക്ക് വരുമോ? അങ്ങനെ ആയിരുന്നു എന്ത് നല്ലതായിരുന്നല്ലേ? നമ്മൾ അങ്ങോട്ട് ചെന്ന് പറയുന്ന ഉടനെ എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ നമ്മൾ പ്രസംഗിക്കുന്ന ഉടനെ തന്നെ സകല മനുഷ്യരും യേശുവിങ്കിലേക്ക് അങ്ങ് ആകർഷിക്കപ്പെട്ടിരുന്നു എങ്കിൽ എത്ര നല്ലതായിരുന്നു. അങ്ങനെ ആകർഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പോൾ എന്താണ് അവിടെ മെൻ എന്ന് അല്ല വരേണ്ടത്? എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഒരു പ്രാർത്ഥന കഴിഞ്ഞു, എന്നിട്ട് പറയുക ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു, ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് തള്ളിക്കളയാൻ പോവുകയാണ്. അപ്പോൾ ഈ സെന്റൻസിൽ പറയുന്ന കാതലായ വിഷയം എന്തിനെ പറ്റിയാണെന്നറിയാമോ? ഈ ലോകത്തിന്റെ ന്യായവിധിയെ പറ്റിയാണ്. ന്യായവിധിയെ പറ്റിയാണ് പറയുന്നത്. ആ രണ്ടാമത്തെ ഇപ്പം വായിച്ച സെന്റൻസ് സബ്ജക്ട്, അതിന്റെ തീം എന്ന് പറയുന്നത് ന്യായവിധിയെ പറ്റിയാണ്. ഈ ലോകത്തിന്റെ ന്യായവിധിയെ പറ്റിയാ പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് പറയുക, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാം എങ്കിലേക്ക് ആകർഷിക്കും എന്ന് പറയുക. അതായത് ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ സകല മനുഷ്യരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്നല്ല, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ സകല ന്യായവിധിയും
ലോകത്തിന് വരുവാനിരിക്കുന്ന, ലോകത്തിന് വരാനുള്ള, പിശാചി മൂലം ലോകത്തിന് വരുവാനുള്ള സകല ന്യായവിധിയും ഞാൻ എങ്കലേക്ക് അങ്ങ് ആകർഷിക്കും. ന്യായവിധി മുഴുവൻ ഞാൻ അങ്ങ് ഏറ്റെടുക്കും. കർത്താവ് പറയാ, ന്യായവിധി മുഴുവൻ, ലോകത്തിന്റെ ന്യായവിധി മുഴുവൻ, ലോകത്തിന്റെ മനുഷ്യർക്ക് വരുവാനിരിക്കുന്ന, എനിക്കും നിങ്ങൾക്കും വരുവാനിരിക്കുന്ന സകല ന്യായവിധിയും കർത്താവ് പറയുക, ഞാൻ അതങ്ങ് ഏറ്റെടുക്കും. ഞാൻ എങ്കിലേക്ക് അങ്ങ് ആകർഷിക്കും. ഞാൻ ന്യായം വിധിക്കപ്പെടും. നമ്മൾ ഓരോരുത്തർക്കും നിങ്ങൾക്ക് കൊള്ളേണ്ട അടി, എനിക്ക് കൊള്ളേണ്ട അടി കർത്താവ് അങ്ങ് ആകർഷിച്ച് അതിനെ അങ്ങ് എടുക്കും. എനിക്ക് വരേണ്ട മരണം, നമുക്ക് വരേണ്ട മരണം, എനിക്ക് വരേണ്ട രോഗം, നമുക്ക് ഓരോരുത്തർക്കും വരേണ്ട രോഗം, നമുക്ക് ഓരോരുത്തർക്കും വരേണ്ട വേദന, നമുക്ക് ഓരോരുത്തർക്കും വരേണ്ട പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, ഇതെല്ലാം കർത്താവ് പറയുക, ഇതെല്ലാം ഞാൻ എങ്കിലേക്ക് അങ്ങ് ആകർഷിച്ച് അങ്ങ് എടുക്കും. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ സംഭവിക്കുന്നത് അതാണ്. ന്യായവിധി മുഴുവൻ ഞാൻ എങ്കിലേക്ക് ആകർഷിച്ചെടുക്കും. യോഹന്നാൻ 5:25, 24, 25 ഇപ്രകാരം പറയുകയാണ്, എന്റെ വചനം കേട്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ ന്യായവിധിയിലാകാതെ ജീവനിൽ നിന്നും മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. യേശു പറയുകയാണ്, എന്റെ വചനം കേട്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ ന്യായവിധിയിൽ, ജഡ്ജ്മെന്റിൽ അകപ്പെടാതെ മരണത്തിൽ നിന്നും അവൻ ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ന്യായവിധിയിലാകുന്നില്ല എന്ന്. നാം ന്യായവിധിയിലാകുന്നില്ല. യേശുക്രിസ്തുവിനെ സ്വീകരിച്ച്, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവരുടെ ന്യായവിധി മുഴുവൻ, അവരുടെ വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും മുഴുവൻ കർത്താവ് അവന്റെ ശരീരത്തിലേക്ക്, അവന്റെ ആത്മാവിലേക്ക് അവൻ ആവഹിച്ചെടുത്തു എന്നർത്ഥം. കർത്താവ് ഈ ന്യായവിധി, ലോകത്തിന് വരേണ്ട, നമുക്ക് ഓരോരുത്തർക്കും വരേണ്ട സകല ന്യായവിധിയും കർത്താവ് തന്നിലേക്ക് അവൻ ആവഹിച്ചെടുത്തു. അവൻ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, ന്യായവിധിയിൽ അകപ്പെടാതെ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുക, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. കാരണം ശിക്ഷാവിധി മുഴുവൻ എന്ത് ചെയ്തു എന്നറിയാമോ? അവൻ ഉയർത്തപ്പെട്ടപ്പോൾ അവങ്കലേക്ക് അവൻ ആകർഷിച്ചെടുത്തു. മനുഷ്യരെ അല്ല ആകർഷിച്ചെടുത്ത്, മനുഷ്യർക്ക് വരേണ്ടിയിരുന്ന ശിക്ഷാവിധി മുഴുവൻ അവൻ അവങ്കലേക്ക് ആകർഷിച്ചങ്ങ് എടുത്തു. നമുക്ക് ഓരോരുത്തർക്കും വരേണ്ട ശിക്ഷാവിധി മുഴുവൻ യേശു ഈ ലോകത്തിന്റെ ഭാരം ചുമന്നു. അവൻ ഈ ശിക്ഷാവിധി, ലോകത്തിന് വരേണ്ടതായ ശിക്ഷാവിധി മുഴുവൻ അവനിലേക്ക് ആകർഷിച്ചങ്ങ് എടുത്തു. എന്നിട്ട് നമ്മെ ഫ്രീ ആയിട്ട് വിട്ടു, നമ്മെ അനുഗ്രഹിക്കപ്പെട്ടവരായി വിട്ടു. യേശു, നാം പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും, നാം ചോദിച്ചാൽ ദൈവം മറുപടി തരും എന്ന് അതിന് കഴിവുണ്ട്. ദൈവത്തിന് രോഗികളെ സൗഖ്യമാക്കാൻ കഴിവുണ്ട്. ദൈവത്തിന് നമ്മുടെ കടഭാരം വീട്ടുവാൻ കഴിവുണ്ട്. ദൈവത്തിന് നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകി തരുവാൻ കഴിവുണ്ട് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കും ഒരു സംശയവുമില്ല. ഉണ്ടോ? ഇല്ല. ആർക്കെങ്കിലും സംശയമുണ്ടോ? ദൈവത്തിന് നമ്മുടെ രോഗം മാറ്റാൻ കഴിയും. ദൈവത്തിന് നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീർക്കാൻ കഴിയും. ദൈവം പവർഫുൾ ആണ്, ഓൾ പവർഫുൾ ആണ്, ഒംനിപൊട്ടന്റ് ആണ് എന്നുള്ള വസ്തുത നമുക്ക് ഒരു സംശയവുമില്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്നാ പ്രോബ്ലം എവിടെയാണെന്നറിയാമോ? എന്റെ കേസിൽ അത് ദൈവം ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് സംശയമുള്ളത്. അതിന്റെ കാരണം അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സംഗതി എന്താണെന്നറിയാമോ? ഐ ആം നോട്ട് വർത്തി.
ഞാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് കർത്താവ് എന്റെ കേസിൽ ഇത് ചെയ്യും, എനിക്ക് വേണ്ടി ചെയ്യുമോ? എന്റെ രോഗം മാറ്റുമോ? എന്റെ ബുദ്ധിമുട്ടുകൾ കർത്താവ് മാറ്റും. എന്റെ കുഞ്ഞുങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയം കർത്താവ് മാറ്റുമോ? കാരണം എന്റെ കയ്യിലിരിപ്പ് അത്ര നല്ലതല്ല, ഞാൻ അത്ര യോഗ്യനല്ല എന്ന് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്. എങ്ങോട്ട് നോക്കിയാ നമ്മൾ ചിന്തിക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ നമ്മുടെ ശരീരത്തിലോട്ട് നോക്കിയ, നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ നമ്മുടെ ആക്ഷനിലേക്ക് നോക്കിയ, പ്രവൃത്തികളിലോട്ട് നോക്കിയ, നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ നമ്മുടെ ഹോളിനെസ്സിലേക്ക് നോക്കിയ, നമ്മുടെ വിശുദ്ധിയിലേക്ക് നോക്കിയ, നമ്മുടെ പെർഫോമൻസിലേക്ക് നോക്കിയ, നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് നോക്കിയ. അതായത് ദൈവത്തിന്റെ കൃപയും കരുണയും അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമെങ്കിൽ അത് നമ്മെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ അങ്ങ് തറഞ്ഞു കയറിയിരിക്കുക. നമ്മുടെ നല്ല വശങ്ങളും ഗുണഗണങ്ങളും, നമ്മളുടെ പുണ്യപ്രവൃത്തികളും സൽപ്രവൃത്തികളും വിശുദ്ധിയും, നമ്മുടെ ആക്ഷൻസും പെർഫോമൻസും ഹോളിനെസ്സും ഒക്കെയാണ് ദൈവത്തിന്റെ മറുപടി തരുന്നതിന് അർഹമായിരിക്കുന്നതെന്നുള്ള ഒരു ചിന്ത നമ്മളിൽ രൂഢമൂലമായിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു കാലത്തും യോഗ്യരാകാൻ പോകുന്നില്ല, അല്ലെ? ഒരു കാലത്തും ഈ ചിന്ത നമ്മൾ വെടിയാതെ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് യോഗ്യരായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നമ്മൾ നമ്മെ കാണുന്നത് പോലെ അല്ല ദൈവം നമ്മെ കാണുന്നത്, കർത്താവ് നമ്മളെ കാണുന്നത്. കർത്താവ് എവിടോട്ടാ നോക്കുന്നതെന്ന് അറിയാമോ? സകല ന്യായവിധിയും നമുക്ക് വരേണ്ടതായ നമ്മുടെ കുറവുകളും കുറ്റങ്ങളും പാപങ്ങൾക്കും തക്കവണ്ണം നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന സകല ശിക്ഷകളും അവൻ ഉയർത്തപ്പെട്ടപ്പോൾ അവനിലേക്ക് അവൻ ആകർഷിച്ചെടുത്തു. നമ്മളെ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് പ്രവേശിച്ചു. നാം ന്യായവിധിയിൽ അകപ്പെടാതെ, നമുക്ക് നമ്മുടെ പാപം മൂലം നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന സകല ശിക്ഷാവിധികളും യേശുവിന്റെ മേലായി തീർന്നു, നമ്മളെ യോഗ്യരാക്കി. അതുകൊണ്ട് കർത്താവ് യോഹന്നാൻ 4:24 എന്താണ് പറയുന്നത്? കർത്താവ് 4:24 പറയുകയാണ്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും വേണം ആരാധിക്കുവാൻ. അതായത് നമ്മുടെ ഈ ബോഡിയിൽ, നമ്മുടെ ഈ ശരീരത്തിൽ ചെന്നിരുന്നു കൊണ്ട്, ഈ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ഒരു പ്രസംഗം കേൾക്കാൻ ഒക്കത്തില്ല, നമുക്ക് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല, നമുക്കൊരു ആരാധനയിൽ പങ്കെടുക്കാൻ ഒക്കത്തില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. നമ്മുടെ ഈ ശരീരത്തിലേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നത്. ദൈവത്തോട് ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ, ദൈവത്തോട് പ്രാർത്ഥിക്കണമെങ്കിൽ, ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നാം ഈ ജഡത്തിന്റെ ചിന്തകളും ചിന്താമണ്ഡലങ്ങളിൽ നിന്നും ഉയർന്ന് വേറൊരു തലത്തിലേക്ക് നാം പ്രവേശിക്കണം. നാം ആത്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കണം. ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ഈ ജഡത്തിൽ ഇരുന്ന് ആരാധിക്കാൻ ഒക്കത്തില്ല. ദൈവം ആത്മാവാകുന്നത് കൊണ്ട് അവനെ ആരാധിക്കണമെങ്കിൽ, അവനോട് പ്രാർത്ഥിക്കണമെങ്കിൽ നാം ആത്മമണ്ഡലത്തിലേക്ക് കടക്കണം. നമ്മുടെ ആത്മാവിലേക്ക് നാം പ്രവേശിക്കണം. വീണ്ടും ജനനം പ്രാപിച്ച നമ്മുടെ ആത്മാവിലേക്ക് നാം പ്രവേശിക്കണം. ആ ആത്മാവിൽ മാത്രമേ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ പറ്റത്തുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. അതത്ര പെർഫെക്റ്റ് ഉദാഹരണമാണോ എന്ന് എനിക്കറിയില്ല. ചർച്ചില് നാം ഒരു സഭയിലായിരിക്കുന്നു. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു സഭയാണ്. നമ്മളിപ്പോ ഒരു സഭയാണ്. വാസ്തവത്തിൽ എല്ലാവരും യേശുവിന്റെ നാമത്തിൽ കൂടിയിരിക്കുന്ന സഭയാണ്. വിവിധ സിറ്റികളിലാണ് എങ്കിലും നമ്മളിപ്പോൾ ഒരു സഭയായിട്ട് കൂടി വന്നിരിക്കുക. നമ്മളെല്ലാവരും വളരെ റിയലി എക്സിസ്റ്റിംഗ് ഹിയർ ഓൺ ദ എർത്ത്. നമ്മളെല്ലാം ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന
നമ്മളെക്കാൾ ഉപരിയായിട്ട് ഇവിടെ ആരുണ്ടെന്നറിയാമോ? യേശു ഉണ്ട്. യേശു മാത്രമല്ല, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുകയാണ്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന് അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന, ഇപ്പൊ ഇവിടെ ഉണ്ട്, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന അനേകായിരം വിശുദ്ധന്മാരുടെ മുൻപാകെയാ നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. സ്വർഗസ്ഥലങ്ങളിൽ വസിക്കുന്ന കോടാനുകോടി ദൂതന്മാരുടെ മധ്യത്തിലാ നമ്മളായിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ ഇപ്പൊ ഇവിടെ ആയിരിക്കുന്നത് നീതിമാനായ യേശുക്രിസ്തുവിന്റെ മുൻപിലും പിതാവിന്റെ മുൻപിലും അനേകായിരം കോടാനുകോടി ദൂതന്മാരുടെ മുൻപിലും സ്വർഗത്തിലെ ആദ്യജാതന്മാരുടെ മുൻപിലും യേശുക്രിസ്തുവിന്റെ മുൻപിലും ആ പുണ്യാഹ രക്തത്തിന്റെ മുൻപിലും നമ്മളായിരിക്കുക. നമ്മളിവിടെ 15 പേര് 12 പേരല്ല, അതിനു ചുറ്റും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ആത്മമണ്ഡലത്തിലുള്ളവർ. എന്നാ മനസ്സ് അങ്ങോട്ടൊന്ന് കൊണ്ടുപോകണം. നമ്മൾ മാത്രമല്ല ഇവിടെ. പരിശുദ്ധാത്മാവ് ഇവിടെ നമുക്ക് മുൻപിൽ നാം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അവന്റെ വലിയ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ നമ്മള് പലപ്പോഴും പറയും, പരിശുദ്ധാത്മാവ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, ഹോളി സ്പിരിറ്റ് യു ആർ വെൽക്കം ഇൻ ദിസ് പ്ലേസ് എന്ന് നമ്മൾ അങ്ങോട്ട് പറയത്തില്ലേ? ഇതാ സിറ്റുവേഷൻ എങ്കിൽ ഹോളി സ്പിരിറ്റ് അവിടെ ഒന്ന് തിരിച്ചെന്നാ പറയുന്നറിയോ? എന്തോ പറയുന്നു? യു ആർ വെൽക്കം അല്ലേ? ഐ ആം ഹിയർ, യു ആർ വെൽക്കം അല്ലേ? ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചിന്തിക്കുമ്പോ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ ഭൗമ മണ്ഡലം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നമ്മൾ ആ ലെവലിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഭൗമ മണ്ഡലം മാത്രമേ കണ്ടുള്ളൂ. ഞാനിപ്പോ ഇത്രയും പറഞ്ഞപ്പോഴാ നമ്മളെല്ലാവരും ആത്മമണ്ഡലത്തിലേക്ക് അല്പം ഉയരാൻ തുടങ്ങിയത്. ആത്മമണ്ഡലത്തെ നാം ഒന്ന് കാണാൻ തുടങ്ങിയത്. നമുക്ക് മുമ്പ് ഇവിടെ കോടാനുകോടി ദൂതന്മാര് നമ്മളോടൊപ്പം ആരാധിക്കുവാൻ, നമ്മുടെ സന്തോഷം കാണുവാൻ, മക്കളെ നോക്കി പുഞ്ചിരിക്കുവാൻ, മക്കള് സന്തോഷിക്കുന്നത് കണ്ടിട്ട് അവരോടൊപ്പം സന്തോഷിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹോളി സ്പിരിറ്റ് യു ആർ വെൽക്കം, ഏഞ്ചൽസ് യു ആർ വെൽക്കം, ജീസസ് യു ആർ വെൽക്കം എന്ന് നമ്മൾ പറയുമ്പോ അവരവിടെ ഒന്ന് പറയാ, യു ആർ വെൽക്കം, യു ആർ വെൽക്കം ഇൻ ദിസ് പ്ലേസ്, യു ആർ വെൽക്കം. അപ്പോൾ എന്റെ ഒരു ചോദ്യം, വിച്ച് റെൽം ഈസ് മോർ റിയൽ? നമ്മുടെ ഈ മണ്ഡലമാണോ കൂടുതൽ റിയല്, അതോ ആത്മമണ്ഡലമാണോ? ഏതാ? ആത്മമണ്ഡലമാ റിയൽ അല്ലേ? അല്ലേ? അങ്ങനല്ലേ? മനസ്സിലായി? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? എനിക്കറിയത്തില്ല ഈ എക്സാമ്പിൾ അത്ര പെർഫെക്റ്റ് ആണോ എന്ന്. ആത്മമണ്ഡലം നമ്മളെ, അതായത് ഞാൻ ഇവിടെ ഇരിക്കുന്ന എന്നെക്കാൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെക്കാളും റിയാലിറ്റി ഇവിടെയുള്ള ആത്മമണ്ഡലമാണ്. നമ്മള് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഈ ഭൗമ മണ്ഡലത്തിനേക്കാൾ പവർഫുൾ ആയിട്ട് ഉള്ളത് ആത്മമണ്ഡലമാണ്. ഇവിടെ തന്നെ ഉള്ള ആത്മമണ്ഡലമാണ്. ആത്മമണ്ഡലത്തിൽ ഒരുപാട് പ്രക്രിയകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ആത്മാവാകുന്നു, എന്നെ ആരാധിക്കുവാൻ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആത്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കണം. ജഡത്തിലല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്, സത്യത്തിലും ആത്മാവിലും നിന്ന് ആരാധിക്കണം. അപ്പോൾ നാം ആരാധിക്കേണ്ടത് നമ്മുടെ ജഡത്തിന്റെ ബലഹീനതകൾ നോക്കിക്കൊണ്ടല്ല, അത് ചിന്തിച്ചുകൊണ്ടല്ല, നമ്മുടെ ജഡത്തിലുള്ള പാപങ്ങളെ ചിന്തിച്ചുകൊണ്ടല്ല, നമ്മുടെ ജഡത്തിലുള്ള വീക്ക്നെസ്സിനെ ചിന്തിച്ചുകൊണ്ടല്ല നാം ആരാധിക്കുന്നത്. അങ്ങനെ ആരാധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാലത്തും ദൈവം മുൻപാകെ വർത്തിയാകുവാൻ പറ്റത്തില്ല, യോഗ്യരാകുവാൻ നമുക്കൊരിക്കലും പറ്റത്തില്ല. നാം ജഡത്തിലേക്ക് നോക്കിയാൽ
എന്നാൽ ദൈവം നമ്മുടെ ജഡത്തിലേക്കല്ല നോക്കുന്നത്. കർത്താവ് ആത്മമണ്ഡലത്തിൽ ഇപ്പോൾ ആ ദൂതന്മാരും യേശുവും പിതാവും പരിശുദ്ധാത്മാവും എല്ലാം നമ്മളെ നോക്കുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ കുറവുകളുള്ള, ബലഹീനതകളുള്ള നമ്മുടെ ഈ ജഡത്തിലേക്കല്ല നോക്കുന്നത്. അവര് നോക്കുന്നത്, യേശു നോക്കുന്നത്, യേശുവിനെ പോലെ അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട 10-15 വ്യക്തികള്, ആ നിത്യത, ഇറ്റേണൽ ആയിട്ടുള്ള, ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒത്തിരി വ്യക്തികൾ ഇവിടെ ഇരിക്കുന്നത് അവര് കാണുന്നത്. മനസ്സിലായോ? നമ്മുടെ ആത്മാവിനെ, വീണ്ടും ജനിച്ച ആത്മാവിനെയാ കാണുന്നത്. യേശുവിനെ പോലെയുള്ള ആത്മാവിനെ, യേശുവിന്റെ കൂട്ടിരിക്കുന്ന ആത്മാവിനെ, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും വീണ്ടും ജനനം പ്രാപിച്ച നമ്മുടെ ആത്മാവിനെ അവര് കാണുന്നത്. നമ്മൾ കാണുന്നത് പലപ്പോഴും നമ്മുടെ ടെൻഡൻസി എന്താണ്? നമ്മൾ കാണുന്നത് തലമുടി നരച്ചു, മുഖമൊക്കെ ചുളിഞ്ഞു വരുന്നു. നമ്മളിതൊക്കെയാ കാണുന്നത്, അല്ലെ? പ്രായമായി വരുന്നു, നമുക്ക് മുട്ടുവേദനയുണ്ട്, നമുക്ക് ശരീരത്തിന്റെ പല വേദനയുണ്ട്, നമുക്ക് രോഗങ്ങളുണ്ട്. നമ്മൾ ഇതൊക്കെയാ കാണുന്നത്. എന്നാൽ നമുക്ക് വീണ്ടും ജന്മം പ്രാപിച്ച യേശുവിനെ പോലെ തന്നെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിലോട്ടൊന്ന് കടന്നു ചെല്ലരുതോ? നമ്മ യേശുവിനെ പോലെ ആണെന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ലോ. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ, as he is in the world, so are you in this world. As Jesus is in the world, so are you in this world. 1 യോഹന്നാൻ 4:17. യേശുവിനെ പോലെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നുവല്ലോ. യേശു ഒരിക്കൽ മറുരൂപമലയിലേക്ക് ചെന്നു. ശിഷ്യന്മാരെ, 3 ശിഷ്യന്മാരെ കൂടി മറുരൂപമലയിലെ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂടി കൂട്ടിക്കൊണ്ട്, ജെയിംസിനെയും കൂട്ടിക്കൊണ്ട് മറുരൂപമലയിലേക്ക്, മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷനിലേക്ക് കടന്നു ചെന്നു. യേശുവിനെ ഈ ശിഷ്യന്മാർ ഇതുവരെ തന്റെ ജഡത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവർ ജഡത്തിൽ മാത്രമേ യേശുവിനെ കണ്ടിട്ടുള്ളൂ. ജഡത്തിൽ മാത്രമേ അവർക്ക് യേശുവിനെ അറിയത്തുള്ളൂ. മറുരൂപമലയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ യേശു എന്ത് ചെയ്തെന്നറിയാമോ? തന്റെ വസ്ത്രം കീറി, തന്റെ ജഡമാകുന്ന വസ്ത്രം ഒന്ന് കീറി, ഒന്ന് മാറ്റി അങ്ങോട്ട് വെച്ചപ്പോഴാണ് പത്രോസും യോഹന്നാനും യാക്കോബും കാണുന്നത്, യഥാർത്ഥമായ യേശുവിനെ, ആത്മാവിനെ കാണുന്നത്. അവിടെ വെച്ച് അവർക്കൊരു ബോധക്ഷയം വന്നുപോയി. അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവർക്ക് നിൽക്കുവാൻ സാധിക്കുന്നില്ല. സൂര്യനേക്കാൾ പ്രഭയേറുന്ന ആ പ്രകാശത്തിന്റെ മുൻപാകെ അവർക്ക് നിൽക്കുവാൻ സാധിച്ചില്ല. അവർ ഇതുവരെയും കണ്ട ജഡത്തിലുള്ള യേശുവിനെ അല്ല മറുരൂപമലയിൽ വെച്ച് അവര് കണ്ടത്, ആത്മാവിലുള്ള യേശുവിനെ കണ്ടു. As he is in the world, so are you in this world. അവനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ഭൂമിയിലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുമ്പോൾ പറഞ്ഞത് നമ്മുടെ ജഡത്തെ പറ്റി അല്ല പറഞ്ഞത്. നമ്മുടെ അകത്ത് ഈ ജഡമാകുന്ന വസ്ത്രം നമ്മളൊന്ന് ഊരി, ഒന്ന് മാറ്റിവെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒരു വീണ്ടും ജനിച്ച ആത്മാവിരിക്കുന്നത് കാണാം. ആ ആത്മാവ് എങ്ങനെയായിരിക്കുന്നറിയാമോ? യേശു വെട്ടിത്തിളങ്ങിയതുപോലെ 10,000 സൂര്യന്റെ പ്രകാശത്തെക്കാൾ ഉപരിയായി യേശുവിനെ മറുരൂപമലയിൽ അവർ കണ്ടപ്പോൾ വെട്ടിത്തിളങ്ങിയവനെ പോലെ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നു. വീണ്ടും ജനിച്ച ആത്മാവിൽ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നു. As he is in the world, so are you in this world. അവനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കണമെങ്കിൽ ജീർണിക്കുന്ന ഈ ജഡത്തിൽ നിന്നുകൊണ്ട് അവനെ ആരാധിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ മൈൻഡ് സെറ്റപ്പില് വേദപുസ്തകം എന്താണ് പറയുന്നത് അതിനനുസരിച്ച് നമ്മുടെ മൈൻഡിന്റെ സെറ്റപ്പ് മാറ്റിയിട്ട് ആ ലെവലിലേക്ക്, ആ ആത്മമണ്ഡലത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വേണം ദൈവത്തെ നാം ആരാധിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ. നാം ഏതൊരു സമയത്തും ആത്മമണ്ഡലത്തിൽ കൂടെ നടക്കുന്നവരായി മാറണം.
ആത്മമണ്ഡലം നമ്മൾ ഈ ആയിരിക്കുന്ന ഭൗതിക മണ്ഡലത്തെക്കാൾ റിയൽ ആണ്, റിയാലിറ്റി ആണ്. എന്നെ നിങ്ങൾക്ക് കാണാം, നിങ്ങളെയൊക്കെ എനിക്ക് കാണാം. എന്നാൽ ഈ നമ്മൾ ഇവിടെ നമ്മുടെ ഈ എക്സിസ്റ്റൻസിനേക്കാൾ ഉപരി റിയൽ ആണ് ഇപ്പോ നമ്മുടെ ചുറ്റുമുള്ള ആത്മമണ്ഡലം. നമുക്ക് വായിക്കാം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ അവിടെ എഴുതിയിട്ടുണ്ട്, വാക്യം 20ന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം, സ്ഥൂലമായതും തീ കത്തുന്നതും എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഭാഗം. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിന് മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഇതെവിടുത്തെ കാര്യമെന്നറിയാമോ? സീനായ് പർവ്വതത്തിലെ കാര്യമാണ്. സീനായ് പർവ്വതത്തിൽ സംഭവിച്ച കാര്യമാണ്. സ്ഥൂലമായതും തീ കത്തുന്നതും, മേഘം, ഇരുള്, കൂരിരുട്ട്, അന്ധതമസ്, വിറപ്പിക്കുന്നതായ ശബ്ദം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ആ ശബ്ദം കേട്ടവർ എല്ലാവരും ഭയന്നുപോയി. ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. മോശ പോലും അത്യന്തം വിറയ്ക്കത്തക്കവണ്ണം ആ കാഴ്ച അതിഭയങ്കരമായിരുന്നു. പഴയ നിയമസഭയെ പറ്റി പറയുക, ആ കാഴ്ച അത്യന്തം ഭയങ്കരമായിരുന്നു. അതിനുശേഷം പുതിയ നിയമസഭയെ പറ്റി പറയാ, നമ്മൾ എവിടെയാ വന്നിരിക്കുന്നതെന്ന് പിന്നീട് പറയുക. ഓക്കെ, ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്ര നിങ്ങൾ വന്നിരിക്കുന്നത്. കണ്ടോ, രണ്ട് സഭയെ പറ്റിയാ പറയുന്നത്. പിന്നെയോ നിങ്ങൾ വന്നിരിക്കുന്നത് എവിടാന്നറിയാമോ? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അനേക ദൂതന്മാരുണ്ട്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ, ന്യായാധിപനായ ദൈവത്തിന്റെ മുൻപാകെ, സിദ്ധന്മാരായ അനേക ആത്മാക്കളുടെ മുൻപാകെ, കോടാനുകോടി ദൂതന്മാരുടെ മുൻപാകെ, അവിടെയാ നിങ്ങൾ. പിന്നെയോ നിങ്ങൾ അവിടെയാ വന്നിരിക്കുന്നത്. നമ്മളിപ്പോ ആയിരിക്കുന്നത് അവിടെയാ. നമ്മുടെ ചുറ്റുപാടും നമ്മൾ തിരിച്ചറിയുന്നില്ല എങ്കിലും, നമ്മുടെ ജഡപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കത്തില്ലെങ്കിലും, ജഡത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ലെങ്കിലും, നമ്മുടെ ആ ഇമാജിനേഷനിൽ, നമ്മുടെ ആത്മാവില് നാം ഇത് കാണണം. നമ്മൾ ആത്മമണ്ഡലത്തിലേക്ക്, നമ്മുടെ മൈൻഡ് സെറ്റപ്പിലാണ് ഇത് പ്രവേശിക്കുന്നത്. നമ്മുടെ ആത്മമണ്ഡലത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്കിത് കാണുവാൻ സാധിക്കും. അവിടെ ദൂതന്മാരെ കാണാം, അവിടെ ക്രിസ്തുവിനെ കാണാം. അവിടെ നിന്ന് വേണം നാം ആരാധിക്കുവാൻ. ജഡത്തിന്റെ ബലഹീനതയും വിചാരിച്ചുകൊണ്ട് നാം ആരാധിച്ചാൽ നാം ഒരു കാലത്തും നമുക്ക് യോഗ്യത ഉണ്ടാകാനായിട്ട് പോകത്തില്ല. ഒരു കാലത്തും നമ്മൾ യോഗ്യരാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കത്തില്ല. നമുക്ക് യഥാർത്ഥമായിട്ട് ഈ ഗോസ്പലിന്റെ പവർ നമ്മൾ യഥാർത്ഥമായിട്ട് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഫെയ്ത്ത് അങ്ങ് ഷൂട്ടപ്പ് ചെയ്യും. യഥാർത്ഥമായിട്ട് നമ്മൾ ഈ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഒന്നാഴ്ന്നിറങ്ങിയാൽ നമ്മുടെ ഫെയ്ത്ത് അങ്ങ് ഷൂട്ടപ്പ് ചെയ്യും. നമ്മുടെ ഫെയ്ത്ത് അങ്ങ് വർദ്ധിക്കും. നമുക്ക് പലപ്പോഴും ഉള്ള തടസ്സം, നമ്മുടെ ഫെയ്ത്തിനുള്ള തടസ്സം എന്നറിയാമോ? നമ്മൾ യോഗ്യരല്ല എന്നുള്ള ഈ ചിന്തയാണ് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ നമുക്ക് തടസ്സം നിൽക്കുന്നത്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കാത്തതിന്റെ, വിശ്വാസം തിളച്ചു പൊങ്ങാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ മനസ്സിലിരിക്കുന്ന ചിന്ത മുഴുവൻ നമ്മൾ യോഗ്യരല്ല. നമ്മൾ നമ്മുടെ ആക്ഷൻസിനെയാ നോക്കുന്നത്, നമ്മൾ നമ്മുടെ ജഡത്തെയാ നോക്കുന്നത്, നമ്മുടെ പെർഫോമൻസിനെയാ നോക്കുന്നത്, നമ്മളിലുള്ള പാപത്തെയാ നോക്കുന്നത്. മറിച്ച് എന്നിട്ട് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുക. എന്നാൽ മറിച്ച് യേശു നമ്മളെ നോക്കുന്നത് അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും വെട്ടിത്തിളങ്ങുന്ന നിലയിൽ നിർമ്മിച്ചിരിക്കുന്ന, റീക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ വീണ്ടും ജനിച്ച ആത്മാവിനെയാ കർത്താവ് നോക്കുന്നത്. ആത്മാവിനെ നോക്കിയിട്ട് പറയുകയാണ്, അവൻ എനിക്ക് മാന്യനാണ്, അവൻ എനിക്ക് വിലയേറിയവനാണ്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ കയ്യിലില്ലാത്ത കൊള്ളരുതായ്മ ഒന്നുമില്ലായിരുന്നു.
യാക്കോബിന്റെ കയ്യില് അനേക തെറ്റുകളും കുറ്റങ്ങളും യാക്കോബ് ചെയ്തിട്ടുണ്ട്. ഇവരെ നോക്കിക്കൊണ്ട്, ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് ഒരു പ്രാവശ്യം നന്മ ചെയ്യും, അടുത്തതിൽ അവര് തിരിച്ചു പോകും. വീണ്ടും കർത്താവ് അവരെ തിരിച്ചു വിളിച്ച് അനുഗ്രഹിക്കും, വീണ്ടും തിരിച്ചു പോകും. ഇവരെ നോക്കിയാ പറഞ്ഞത്, നീ തീയിൽ കൂടി കടന്നുപോയാൽ അത് നിന്നെ ബാധിക്കത്തില്ല, നീ വെള്ളത്തിൽ കൂടി കടന്നുപോയാൽ അത് നിന്നെ ഏശത്തില്ല. ഹോശേയാവിന്റെ പുസ്തകത്തിൽ പറയുക, എഫ്രൈമേ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും, ഞാൻ നിന്നെ എങ്ങനെ കൈവിട്ട് കളയും. ഈ കൊള്ളരുതായ്മകളും ഈ തെറ്റുകളും കുറവുകളും ഒക്കെ ചെയ്ത ഇവരെ നോക്കി ദൈവം പറയുക, ദൈവത്തിന്റെ സ്നേഹം പറയുക, എഫ്രൈമേ, ഹൗ ക്യാൻ ഐ ഗിവ് അപ്പ് ഓൺ യു, എനിക്ക് എങ്ങനെ നിന്നെ ഉപേക്ഷിച്ച് കളയാൻ പറ്റും? അങ്ങനെ പഴയ നിയമത്തിൽ പറഞ്ഞെങ്കിൽ പുതിയ നിയമത്തിൽ എത്രയധികം. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ കോപമാണ് നിഴലിക്കുന്നെന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? നമുക്കൊന്ന് വായിക്കാം. റോമർ 4:15. റോമർ 4:15. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ഞാൻ ഇംഗ്ലീഷില് ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ എടുത്തിരിക്കുന്നത് പറയാം. ഫോർ ദ ലോ ഓൾവേസ് ബ്രിങ്സ് പണിഷ്മെന്റ് ഓൺ ദോസ് ഹു ട്രൈ ടു ഒബേ. ഫോർ ദ ലോ ഓൾവേസ് ബ്രിങ്സ് പണിഷ്മെന്റ് ഓൺ ദോസ് ഹു ട്രൈ ടു ഒബേ. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണം ഉള്ളിടത്ത് കോപം. ന്യായപ്രമാണം എവിടെയാ ഉള്ളത്? പഴയ നിയമത്തില്. അവിടെ ന്യായപ്രമാണം എന്ന് പറയുന്നത് കോപത്തിന്റെ കാരണമാണ്. ദൈവത്തിന്റെ കോപത്തിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവം കൊടുത്ത ന്യായപ്രമാണം തന്നെയാണ്. കാരണം ആ മനുഷ്യർക്ക് അതിൽ നിലനിൽക്കാൻ കഴിഞ്ഞില്ല. ന്യായപ്രമാണം ദൈവം അനുസരിക്കാനാണ് കൊടുത്തത്. ആ ന്യായപ്രമാണം അവർക്ക് അനുസരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ കോപത്തിന് അത് ന്യായപ്രമാണം ഹേതുവാകുന്നു. ന്യായപ്രമാണം തെറ്റാണെന്നോ മോശമാണെന്നോ അല്ല. ന്യായപ്രമാണം പഴയ നിയമത്തിൽ ദൈവത്തിന്റെ കോപത്തിന് ഹേതുവാകുന്നു. നമ്മൾ സങ്കീർത്തനം 53-52 മറ്റോ ഇങ്ങനെ വായിക്കുന്നു, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ഓ ലോർഡ്, അല്ലേ? എങ്ങനെ എന്റെ നിർമ്മലമായ ഒരു ഹൃദയം എന്റെ ഉള്ളിൽ, നിർമ്മലമായ ഒരു ഹൃദയം എന്റെ ഉള്ളിൽ പുതുക്കണമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. ഇത് ദാവീദിന്റെ പ്രാർത്ഥനയാണ്. നമുക്ക് ഇന്ന് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. പക്ഷെങ്കില് ഇന്ന് ഇംഗ്ലീഷിൽ പോലും നല്ല മനോഹരമായ ഒരു പാട്ടുമുണ്ട്, ക്രിയേറ്റ് ഇൻ മീ ക്ലീൻ ഹാർട്ട് ഓ ലോർഡ് എന്ന് പറഞ്ഞ് ഒരു പാട്ടുണ്ട്. Cast me not away from your presence, O Lord. Take not your Holy Spirit from me. എന്നെ നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. എന്നില് ഒരു പുതിയ ഒരു ഹൃദയത്തെ സൃഷ്ടിക്കണമേ. വീണ്ടും ജനിച്ച നമുക്ക് ഇന്നത് പാടാൻ ഒക്കത്തില്ല. വാസ്തവത്തിൽ അത് ദാവീദ് പാടുമ്പോ അത് ശരിയാ. ദാവീദിന് അത് പാടുവാൻ കഴിയും. കാരണം കോപത്തിന് ഹേതുവായിരുന്ന, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിച്ചിരുന്ന ദാവീദിന് അത് പാടുവാൻ കഴിയുമായിരുന്നു. എന്നാൽ നമുക്കത് പറ്റത്തില്ല. കാരണം എന്നാന്നറിയാമോ? ദൈവം അത്ര ശക്തമായി വെട്ടിത്തിളങ്ങുന്ന ഒരു പുതിയ ആത്മാവിനെ അവൻ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ച് കഴിഞ്ഞിരിക്കുക. അവൻ പറഞ്ഞു, ഞാൻ നിന്നോടുകൂടി എന്നേക്കും ഇരിക്കേണ്ടതിന് ഒരു പരിശുദ്ധാത്മാവിനെ, ഒരു കംഫർട്ടറിനെ, ഒരു ആശ്വാസപ്രദനെ ഞാൻ നൽകിത്തരുമെന്ന് പറഞ്ഞു. അപ്പോൾ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒക്കുമോ? പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. അവൻ എടുക്കത്തില്ലെന്ന് വാക്ക് പറഞ്ഞിരിക്കുക, അല്ലേ? അന്ന് 1 പത്രോസ് 1 അധ്യായത്തിൽ നാം വായിക്കുന്നു, ഇങ്ങനെ വായിക്കുന്നു, പഴയ നിയമ വിശുദ്ധന്മാർ ഇങ്ങനെ നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന ഈ രക്ഷയെ കുറിച്ച് അവരെ ആരാഞ്ഞ് അന്വേഷിച്ചു വന്നു. പഴയ നിയമ വിശുദ്ധന്മാരെ അവർക്ക് വെളിപ്പെട്ട് കിട്ടി. പഴയ നിയമത്തിന്റെ താളുകളിൽ കൂടി അവിടെയും ഇവിടെയും ചില ചിന്താശകലങ്ങളായിട്ട്, ചില വെളിപ്പാടിന്റെ ശകലങ്ങളായിട്ട് പഴയ നിയമ വിശുദ്ധന്മാർക്ക് ഒരു വെളിപ്പാട് കിട്ടി. ഒരു രക്ഷ വരാൻ പോകുന്നുവെന്ന്, ഒരു മശിഹ വരാൻ പോകുന്നുവെന്ന്, ഒരു രക്ഷ വരാൻ പോകുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ട് കിട്ടി. അവര് വേദപുസ്തകം തുറന്നു വെച്ച്, പഴയ നിയമം തുറന്നു വെച്ച് ആ അക്ഷരങ്ങൾക്കിടയിൽ കൂടെ വായിച്ചു നോക്കി, ആർക്കാണ്
അയ്യോ ഞങ്ങളുടെ കാലത്ത് ഇത് വരുമോ, ഞങ്ങളുടെ കാലത്ത്, എന്റെ കാലത്ത് വരുമോ, എന്റെ കാലത്ത് ഇത് വന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവരെ വരികൾക്കിടയിൽ കൂടി വായിച്ച് അവരെ അത് റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം വെളിപ്പെടുത്തി കിട്ടിയത് എന്താണെന്നറിയാമോ? അവർ അവർ തങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ കാലഘട്ടത്തിലാണ് ഈ രക്ഷ വരാനിരിക്കുന്നത് എന്ന് അവർക്ക് വെളിപ്പെട്ട് കിട്ടി. അതായത് പഴയ നിയമ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട് കിട്ടി, അവർക്ക് വേണ്ടിയല്ല, അവർക്കായിട്ടല്ല ഈ രക്ഷ, അവരുടെ തലമുറയിലല്ല ഈ രക്ഷ വരാനിരിക്കുന്നത്. ഈ മശിഹ വരാനിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാ, നമ്മുടെ തലമുറയിലാണ് ഈ രക്ഷ ഉദിക്കുവാൻ പോകുന്നത്, പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നത് എന്ന് അവർക്ക് വെളിപ്പെട്ട് കിട്ടി. എന്നിട്ട് എഴുതിയിരിക്കുക. അപ്പോൾ അവര് അവിടെ നിന്ന് പഴയ നിയമത്തിന്റെ താളുകളിൽ നിന്ന്, പഴയ നിയമ കാലഘട്ടങ്ങളിൽ നിന്ന് അവര് മുന്നോട്ട് നോക്കുക. ആരെയാ നോക്കിയെന്നറിയാമോ? എന്നെയും നിങ്ങളെയും ഒക്കെ അവര് മുന്നോട്ട് നോക്കി. പഴയ നിയമ വിശുദ്ധന്മാര് അവര് ആശ്ചര്യം കൂറുക നമ്മളെ നോക്കിയിട്ടല്ലേ? അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവര് നമ്മെ നോക്കി ആശ്ചര്യപൂർവം ആശ്ചര്യം പൂണ്ട് അവര് നമ്മെ നോക്കുക. എന്തൊരു തലമുറയാത്! യേശു എന്ന രക്ഷകനെ കാണുന്ന തലമുറ, മശിഹായെ പ്രാപിക്കുന്ന ഒരു തലമുറ, പരിശുദ്ധാത്മാവ് ഒരിക്കലും വിട്ടുപോകാത്ത ഒരു തലമുറ. ദാവീദിനത് കിട്ടിയില്ല, എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു കാലത്തും വിട്ടുപോകാത്ത ഒരു തലമുറ. ദാവീദിന്റെ പാപം മൂലം ദാവീദിന് പിന്നീട് തുടർന്ന് ഒരുപാട് ശിക്ഷ ആ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകത്തില്ലെന്ന് ദൈവം പറഞ്ഞു. എന്നാൽ ഇന്ന് പുതിയ നിയമത്തിൽ ദൈവം അങ്ങനെ ശിക്ഷിക്കുന്നില്ല നമ്മെ. കാരണം എന്താണെന്നറിയാമോ? ഞാനോ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ സകല ന്യായവിധിയും ഞാൻ എങ്കിലേക്ക് ആകർഷിക്കും. നമ്മുടെ കുറിവാക്യം അവിടെ നിന്നാ തുടങ്ങിയത്. ഞാനോ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ. ദാവീദിനെ ശിക്ഷിച്ചതുപോലെ ദൈവം നമ്മെ ശിക്ഷിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ നല്ലവരായിട്ടല്ല, നമുക്ക് വരേണ്ട നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ എല്ലാം ശിക്ഷ അവൻ ഉയർത്തപ്പെട്ടപ്പോൾ അവൻ തന്നിലേക്ക് അങ്ങ് ആകർഷിച്ചെടുത്തു, തന്നിലേക്ക് അവന് ആകർഷിച്ചങ്ങെടുത്തു. അതുകൊണ്ട് ആ പഴയ നിയമ വിശുദ്ധന്മാര് നമ്മെ നോക്കുക, ദാവീദ് നമ്മെ നോക്കുക, യെശയ്യാവ് നമ്മെ നോക്കുക, മറ്റുള്ള വിശുദ്ധന്മാരൊക്കെ നമ്മെ നോക്കുകയാ. എന്തൊരു തലമുറയായിരിക്കും അവരെങ്ങനായിരിക്കും, അവരുടെ അവസ്ഥ എങ്ങനായിരിക്കും എന്ന് നോക്കുക. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, അത് കാണുവാൻ എന്ത് ചെയ്യുന്നറിയാമോ? ദൂതന്മാരെ കുനിഞ്ഞു നോക്കുന്നെന്ന്. അങ്ങ് പഴയ നിയമ കാലഘട്ടത്തിൽ നിന്ന്, പഴയ നിയമത്തിന്റെ താളുകളിൽ നിന്ന് ദൂതന്മാര് പോലും അവരും കണ്ടിട്ടില്ല ഇതുവരെ. ഇങ്ങനൊരു തലമുറ വരാനിരിക്കുന്നു, മശിഹായെ സ്വീകരിക്കുന്ന തലമുറ, ഒരു പുതിയ സൃഷ്ടിയാക്കപ്പെട്ട ഒരു തലമുറ വരാനിരിക്കുന്നു. എന്നെയും നിങ്ങളെയും പറ്റിയാ പറയുന്നത്. എന്നെയും നിങ്ങളെയും കൂടെ ദൂതന്മാര് നോക്കിയെന്ന്, അവിടെ നിന്ന് അവര് കുനിഞ്ഞു നോക്കി, മുന്നോട്ട് കുനിഞ്ഞു നോക്കിയെന്ന്, നമ്മളെ നോക്കിയെന്ന്. ഇങ്ങനെ ഒരു തലമുറ അവരെങ്ങനായിരിക്കും, അവരുടെ അവസ്ഥ എങ്ങനായിരിക്കും? അവരിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒരിക്കലും വിട്ടുപോകത്തില്ലെന്ന്, അവർക്കൊരു പുതിയ ഹൃദയം ലഭിക്കുമെന്ന്, കല്ലായ ഹൃദയം മാറ്റിയിട്ട് മാംസളമായ ഒരു ഹൃദയം അവർക്ക് കൊടുക്കുമെന്ന്, അവരെപ്പോഴും സ്വർഗത്തിലുള്ള സകല അനുഗ്രഹത്താലും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുമെന്ന്. അങ്ങനെ ഒരു തലമുറയെ ദൂതന്മാര് പോലും കുനിഞ്ഞു നോക്കുക. പഴയ നിയമവിശുദ്ധന്മാരും കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ വില നമ്മൾ തിരിച്ചറിഞ്ഞോ? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നുള്ള ഈ വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞോ? ഇന്ന് നമ്മളത് പ്രാപിച്ചിട്ടും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞോ? നമ്മൾ ഇത്രയും വലിയവരാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിഞ്ഞോ? ഇന്ന് പലപ്പോഴും നമ്മൾ പഴയ നിയമത്തിലോട്ടല്ലേ നോക്കുന്നത്. പഴയ നിയമ വിശുദ്ധന്മാരെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക. അവരെന്തൊരു കേമന്മാരാ, അവരൊക്കെ ആരാന്ന് എന്ന് നമ്മൾ അത്ഭുതം കൂറുകയല്ലേ പലപ്പോഴും ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് താടിക്ക് കൈയും കൊടുത്തു വെച്ച് നമ്മൾ അവരെ നോക്കുക, അവര് താടിക്ക് കൈ കൊടുത്തു വെച്ച് നമ്മളെ നോക്കുക, അല്ലേ? ഈ അവസ്ഥയല്ല. അപ്പോൾ യേശുവിനെ സ്വീകരിച്ച ഒരു ജാതി, ഞാനിവിടെ നിർത്തുകയാണ്. ഹല്ലേലൂയ. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ മനുഷ്യരെ എങ്കിലേക്ക് ആകർഷിക്കുമെന്നല്ല,
സകല നിങ്ങൾക്കും എനിക്കും നിങ്ങൾക്കും വരാനിരുന്ന സകല ന്യായവിധിയും എന്നിലേക്ക് ആകർഷിക്കും. എനിക്ക് പകരം. നമുക്ക് ഒരു വാക്യം കൊണ്ടൊന്ന് വായിച്ചങ്ങ് നിർത്തായ. യെശയ്യാവ് 53:11. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. മതി. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. He will be, the Father will be fully satisfied by the work of the Lord. പൂർണ്ണ തൃപ്തനായി. ആരുടെ പ്രയത്നഫലം കണ്ടിട്ട്? യേശു ക്രിസ്തുവിന്റെ പ്രയത്നഫലം കണ്ടിട്ട് പിതാവ് പൂർണ്ണ തൃപ്തനായി. പിതാവ് ഒരു ചെക്ക് മാർക്ക് ഇട്ടു. ഓക്കെ, പൂർണ്ണ തൃപ്തനായിട്ട് പിതാവ് ഒരു ചെക്ക് മാർക്ക് ഇട്ടു. അതായത് ആ പുത്രന്റെ പ്രയത്ന ഫലമാണ് ഞാനും നിങ്ങളും. നമ്മള് ആ പുത്രന്റെ പ്രയത്നത്തിന്റെ ഫലമാണ്. അവൻ കാൽവറിയിൽ അനുഭവിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ സകല ന്യായവിധിയും തങ്കിലേക്ക് ആകർഷിച്ച് അവൻ എടുത്തിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ പൂർണ്ണമായിട്ട് സ്വതന്ത്രരാക്കി. പൈശാചികൻ, ദ വാർ ഈസ് ഓവർ, ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്തുള്ള ഇരുട്ടിലേക്ക് ന്യായം വിധിച്ച് തള്ളിക്കളഞ്ഞു. നമ്മളെ പൂർണ്ണരാക്കി. നമുക്ക് വരാനിരുന്ന സകല ന്യായവിധികളും യേശു പൂർണ്ണമായും ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ പിതാവ് യേശുവിനെ നോക്കി പറയുക, ഞാൻ അവന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനായി. ഞാൻ യേശുവിന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനായി. ആ യേശുവിന്റെ കൈകളിലിരിക്കുന്ന അവന്റെ പ്രിയ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അവന്റെ കൈകളിലിരിക്കുന്ന പ്രിയ മക്കളാ. അതുകൊണ്ട് നമ്മൾ ഇനിയും വർദ്ധിയല്ല, യോഗ്യരല്ല എന്ന് പറയരുത്. നമ്മുടെ ജഡത്തിൽ നമ്മൾ അയോഗ്യരാ. എന്നാൽ യേശു നമ്മെ നോക്കുന്നത് നമ്മുടെ ആത്മാവിലേക്കാ. യേശുവിനെ പോലെ ഇരിക്കുന്ന ആത്മാവിലേക്കാ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. യേശുവിനെ പോലെ തന്നെയുള്ള ഒരാത്മാവിനെയാ നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത്. കർത്താവ് നമ്മെ കൈവിടത്തില്ല. കർത്താവ് നമ്മെ ഒരു കാലത്തും വിട്ടേച്ച് പോകത്തില്ല. ദാവീദിന് പണിഷ്മെന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മെ ഇന്ന് ആ പണിഷ്മെന്റ് ബാധിക്കത്തില്ല. പുതിയ നിയമ വിശ്വാസികളെ, നാം പാപം ചെയ്യുമ്പോൾ അത് പിശാചിന് ഇടം കൊടുക്കുക, ദൈവം ശിക്ഷിക്കുക അല്ല ചെയ്യുന്നത്. പിശാചിന് ഇടം കൊടുക്കുക പാപം ചെയ്യുമ്പോൾ ചെയ്യുന്നത്. പിശാചിന് നമ്മളെ ഒരു ഇൻറോഡ് കൊടുക്കുക നമ്മുടെ ജീവിതത്തിലേക്ക്, ഒരു വഴി വെട്ടിത്തെളിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് പാപം ചെയ്യുമ്പോൾ. എന്നാൽ ദൈവത്തിന്റെ ശിക്ഷയല്ല. ദൈവത്തിന്റെ ശിക്ഷ മുഴുവൻ എന്ത് ചെയ്തു? താൻ ഉയർത്തപ്പെട്ടപ്പോൾ തങ്കിലേക്ക് ഏറ്റെടുത്തു. യുദ്ധം കഴിഞ്ഞു. The war is over. പിശാചിനെയും പാപത്തെയും യേശു ക്രിസ്തു പരാജയപ്പെടുത്തി. നാം ഇനിയും യേശുവിന്റെ വിക്ടറിയില്, യേശു നമുക്ക് തന്ന, യേശു സാധ്യത പ്രിയമാക്കിയ ആ വിക്ടറിയിൽ, ആ വിജയത്തില് നാം അവനോടുകൂടെ ചേർന്ന് നടന്നാൽ മതി.